തോൽക്കുമെന്ന് 100% ഉറപ്പുണ്ടായിട്ടും ഇന്ത്യയെ പോലൊരു സൈനിക ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വളരെ വളരെ ഉറപ്പുണ്ടായിട്ടും എന്തുകൊണ്ടാണ് പാക് സൈന്യവും പാക് ഭരണാധികാരികളുമൊക്കെ തന്നെ ഇന്ത്യക്കെതിരെ നിരവധി പ്രകോപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊക്കെ നയിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടേക്ക് ടൂറിസ്റ്റുകളായി എത്തിയിട്ടുള്ള നിരവധി പേരിൽ നിന്ന് 24 പേരെ തെരഞ്ഞു പിടിച്ച് അവരുടെ മതം തെരഞ്ഞ് അവരോട് കലിമ ചൊല്ലാൻ പറഞ്ഞ് അങ്ങനെ അവരുടെ ആണുങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ച് അവരുടെയൊക്കെ ബന്ധുക്കളുടെ കുട്ടികളുടെയും പേരക്കുട്ടികളുടെയും അതുപോലെ ഭാര്യയുടെയും ഒക്കെ മുമ്പിൽ വെച്ച് പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർത്ത് കൊന്നുകളയുകയാണ് ലഷ്കർ ഇ തോയ്ബയുടെയൊക്കെ ഭീകരന്മാർ ചെയ്തത്. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു ഉപശാഖയാണ്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രൊവോക്കേഷൻ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ പോലൊരു രാജ്യം ഉണ്ടാക്കിയത്? ഇനി അത് കഴിഞ്ഞതിന് ശേഷവും നമുക്കറിയാലോ, ഇന്ത്യ തിരിച്ച് ഓപ്പറേഷൻ സിന്ദൂരം 1.0 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിലൂടെ ഇന്ത്യ അവിടുത്തെ 9ഓളം വരുന്ന സ്ഥലങ്ങൾ, അതായത് ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മേൽ ആഞ്ഞടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1 മണിക്ക് 5 മിനിറ്റിനും 1 മണിക്ക് 30 മിനിറ്റിനും ഇടയ്ക്കുള്ള സമയത്തിനിടയ്ക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ആഞ്ഞടികൾക്ക് ശേഷവും ആളുകൾ വിചാരിച്ചിരുന്നത് വീണ്ടും ഒരു എസ്കലേഷൻ, വീണ്ടും ഒരു പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനെയും മാറ്റിക്കൊണ്ട് ഇന്ന് പൂഞ്ചിലടക്കം നിരവധി സ്ഥലങ്ങളിൽ നമ്മുടെ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, സൈനിക താവളങ്ങളിലേക്കൊന്നും അവർ ഒരു അറ്റാക്കും നടത്തിയിട്ടില്ല. ഇന്ത്യ നടത്തിയത് മുഴുവൻ അവരുടെ ടെററിസ്റ്റ് ബേസ് ക്യാമ്പുകളിലേക്കാണ്. അത് തന്നെ അവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കരുത് എന്ന് വിചാരിച്ച് അത് മിനിമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്ക് രാത്രി 1:05 മുതൽ 1:30 വരെയുള്ള സമയത്താണ് നടത്തിയെങ്കിൽ പാകിസ്ഥാൻ അങ്ങനെയുള്ള ഇന്ത്യയിലെ 15ഓളം വരുന്ന നഗരങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂഞ്ച് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ആക്രമണം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാഷണൽ ടെലിവിഷനിലൊക്കെ തന്നെ തീവ്രമായിട്ടുള്ള ദൃശ്യങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ ഇതിൽ നിന്ന് പുറകോട്ട് പോകും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഖ്വാജ മുഹമ്മദ് ആസിഫിനെ പോലെയുള്ള അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ അടക്കം ഞങ്ങൾ പുതിയ രീതിയിലുള്ള ഒരു എസ്കലേഷൻസും ഉണ്ടാക്കില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ പിന്നെയും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടിക്ക് മുതിരുന്നത്? വീണ്ടും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ലെങ്കിൽ അതിനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവരെങ്ങനെ എത്തി എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ ഘട്ടം ഘട്ടമായി അവിടെയുള്ള ചില സംഭവ വികാസങ്ങൾ കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് അസീം മുനീർ എന്ന് പറയുന്ന അവിടുത്തെ സൈനിക മേധാവിയാണ്. അവിടെ രാഷ്ട്രീയമായി തീരുമാനങ്ങൾ എടുക്കാനൊന്നും ആളില്ല. ഷഹബാസ് ഷെരീഫിനെയൊക്കെ തന്നെ പ്രധാനമന്ത്രിയായി വെച്ചേക്കുന്നത് സൈന്യമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഷഹബാസ് ഷെരീഫ് ആണെങ്കിലും ഖ്വാജ ആസിഫ് മുഹമ്മദ് ആണെങ്കിലും ഇതുപോലെയുള്ള നിരവധി ആളുകൾ, അവരുടെ ഇൻഫർമേഷൻ മിനിസ്റ്റർ ആണെങ്കിലും ഒക്കെ തന്നെ അത്താബ്രക്കെ ആണെങ്കിലും ഇത്തരം ആളുകളെല്ലാം നിയന്ത്രിക്കുന്നതും അതിൻ്റെ അവസാന വാക്കും എന്ന് പറയുന്നത് റാവൽപിണ്ടിയിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന അവരുടെ സൈനിക ആസ്ഥാനത്ത് നിന്നാണ്. അത് അസീം മുനീറാണ്. അസീം മുനീർ ഇവിടെയുള്ള ജനങ്ങളോട് കഴിഞ്ഞ തവണ അവരുടെ ഒരു പ്രവാസികളുടെ ഒക്കെ ഒരു മീറ്റിങ്ങിൽ വെച്ചായിരിക്കും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു സ്പീച്ച് നിങ്ങൾക്കെല്ലാം കേട്ടിട്ടുണ്ടാവും. നിങ്ങളിൽ കുറേ പേരെങ്കിലും അതൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിൾ ആണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക് പാകിസ്ഥാനും ഒരിക്കലും രണ്ടാകാൻ കഴിയില്ല. നമ്മുടെ കൾച്ചർ വേറെയാണ്, നമ്മുടെ ഭക്ഷണ രീതികൾ വേറെയാണ്, നമ്മുടെ നിലപാടുകൾ വേറെയാണ്, നമ്മുടെ വിശ്വാസങ്ങൾ വേറെയാണ്. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ നമ്മൾ എല്ലാ കാലത്തും നിലകൊള്ളണം എന്ന നിലക്കുള്ള ഒരു ധ്വനിയുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം ആളുകളോട് പറയുന്നത് ഇതെല്ലാം തന്നെ നിങ്ങളുടെ കുട്ടികൾ കൂടി പറഞ്ഞു കൊടുക്കണം. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വലിയൊരു നേഷനാണ്. അവിടെ 1.3 മില്യൺ വരുന്ന ഇന്ത്യൻ പട്ടാളം വിചാരിച്ചിട്ട് പാകിസ്ഥാനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള വാചകമടിയൊക്കെ നടക്കുന്നുണ്ട്. പാകിസ്ഥാനെ പലവട്ടം ഇന്ത്യ തോൽപ്പിച്ചതാണ്. ലോകത്തൊരു രാജ്യവും ഇല്ലാത്തതുപോലെ ആയുധം വെച്ച് കീഴടങ്ങി വിറകൈകളോടുകൂടി മാപ്പപേക്ഷ എഴുതി കൊടുത്തിട്ടാണ് പാകിസ്ഥാൻ രക്ഷപ്പെട്ടത്. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് മറ്റേ മുനീറിക്ക ഇതുപോലെയുള്ള പല ഡയലോഗുകളും വിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ ചില കോട്ടും സൂട്ടും വിട്ട ആളുകളൊക്കെ കൈയടിക്കുന്നതൊക്കെ നമുക്ക് കാണാം. കൂടാതെ ആ ഭാഗമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു ഭാഗം കൂടിയുണ്ട് ആ പ്രസംഗത്തിൽ ശ്രദ്ധിക്കാതെ പോയ ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് 1.3 ലക്ഷം 1.3 മില്യണോളം വരുന്ന ഇന്ത്യൻ സൈന്യം വിചാരിച്ചിട്ട് പാകിസ്ഥാൻ മിലിറ്ററി ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല.
പിന്നെ 10,000-ഓളം 500-ഓളം വരുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന BLA പോലെയുള്ള അത്തരത്തിലുള്ള ഇൻസർജൻസി ഗ്രൂപ്പുകൾക്ക്, ഈ പറയുന്ന പോലെ കലാപമുണ്ടാക്കുന്ന ഗ്രൂപ്പുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും, നിങ്ങൾ പാകിസ്ഥാൻ്റെ ഒരു പാരമ്പര്യത്തെ മുറുകെ പിടിക്കണമെന്നും ആ പാരമ്പര്യത്തെക്കുറിച്ച് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണമെന്നും അവർക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തോടുള്ള ഒരു അഭിമാന ബോധം വളർത്തണം എന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാഷയിൽ അസീം മുനീർ പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിയണം. ആ കാരണമാണ് അവിടുത്തെ ജനതയെ ഒന്നിപ്പിച്ചു നിർത്താൻ അങ്ങേയറ്റം ദുർബലമായിക്കൊണ്ടിരിക്കുന്ന സൈന്യം തേടുന്ന ഒരു പരിഹാരമാണ് ഇന്ത്യക്കെതിരെയുള്ള ഒരു വികാരമുണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ഇന്ത്യക്കെതിരെ നിരന്തരമായി പ്രകോപനങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യക്കെതിരെ എന്ന് പറയുന്ന ഒരു ശത്രു രാജ്യത്തെ കാണിച്ചുകൊണ്ടെങ്കിലും സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിശ്രമവുമാണ് അസീം മുനീർ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഭയചകിതരായി ഇരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഷഹബാസ് ഷെരീഫ് ആണെങ്കിലും അസീം മുനീർ ആണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആണെങ്കിലും ഒക്കെ തന്നെ ഭയചകിതരായിരിക്കുകയാണ്. ആ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒരു തമാശക്കാരനാണ്. അദ്ദേഹം ഇന്ന് പറയുന്നതല്ല, നാളെ പറയുന്നത്. കാരണം അദ്ദേഹം സ്കൈ ന്യൂസിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഖ്വാജ മുഹമ്മദ് ആസിഫ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ യൂറോപ്പിന് വേണ്ടിയും ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടിയുമൊക്കെ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഇത്തരത്തിൽ ടെററിസ്റ്റുകളെ ഫണ്ട് ചെയ്യുന്ന, അവരെ പോറ്റി വളർത്തുന്ന ഡേർട്ടി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അയാൾ സമ്മതിച്ചതാണ്. പിന്നെ തൊട്ടടുത്ത ദിവസം നിലപാട് മാറ്റി. ഈ കഴിഞ്ഞ ദിവസം പുള്ളി പറഞ്ഞത് ഇനി ഞങ്ങൾ കൂടുതൽ പ്രകോപനത്തിനൊന്നും പോകില്ലെന്നാണ്. പക്ഷെ വീണ്ടും പാകിസ്ഥാൻ സൈന്യം ആക്രമണത്തിന് തയ്യാറെടുത്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രം എന്താണ്, യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് ആദ്യം ഈ പാകിസ്ഥാനിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ജനങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്നാണ് പറയുന്നത്. അവിടെ ഡെമോക്രസി ഉണ്ട്, തെരഞ്ഞെടുപ്പുണ്ട് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ കിങ് ജോങ്ങിൻ്റെ നാട്ടിലും തെരഞ്ഞെടുപ്പുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് പോലും ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയതും മഹാഭൂരിപക്ഷം ആളുകൾ വോട്ട് ചെയ്തതുമെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇമ്രാൻഖാൻ എന്ന് പറയുന്ന പഴയ ക്രിക്കറ്ററിൻ്റെ പാർട്ടിക്കാണ്. ആ പാകിസ്ഥാൻ തെഹരീക്കെ ഇൻസാഫ് എന്ന് പറയുന്ന PTA എന്ന് പറയുന്ന പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. പക്ഷേ അങ്ങനെ വോട്ട് കിട്ടിയിട്ടുള്ള ഇമ്രാൻഖാൻ അദ്ദേഹം അധികാരത്തിലേക്ക് വന്നാൽ ശരിയാവില്ലെന്ന് സൈന്യത്തിന് തോന്നി. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അതിൻ്റെ കാരണം അദ്ദേഹം നേരത്തെ അവിടെ പ്രൈം മിനിസ്റ്ററായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിലും രൂപത്തിലും സംസാരത്തിലുമെല്ലാം ആ രാജ്യത്തിൻ്റെ ഓണർഷിപ്പ് എനിക്കാണ്, ഞാനാണ് ഉത്തരവാദിത്തപ്പെട്ടയാൾ എന്ന് പറയുന്ന ഒരു മാനറിസം ഈ ഇമ്രാൻഖാൻ പ്രകടിപ്പിച്ചിരുന്നു. അതെല്ലാം തന്നെ സൈന്യത്തിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും അവസാനം ഈ പറയുന്ന അസീം മുനീറിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, അദ്ദേഹമാണ് യഥാർത്ഥത്തിലുള്ള പൊളിറ്റീഷ്യൻ, അവിടെ ഭരണാധികാരി എന്നാർക്കും മനസ്സിലാവും. അപ്പോൾ ആ റോളിലേക്ക് ഇമ്രാൻഖാനെ പോലെ ആൾ എത്തുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് ചില അഴിമതി കഥകളൊക്കെ തന്നെ കണ്ടെത്തി, അതിലൊക്കെ ചില വാസ്തവം ഉണ്ടാവും, പക്ഷെ അതൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ട് ജയിലിലേക്ക് അടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരെ ഡെമോക്രാറ്റിക്കലി ഇലക്ട് ചെയ്യപ്പെട്ട ഒരു ഭരണവർഗത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഷഹബാസ് ഷെരീഫിനെ പോലെ ഈ പറയുന്ന സൈന്യത്തിന് ഇഷ്ടമുള്ള ഒരാളെ വെച്ചുകൊണ്ടാണ് അവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഭരണവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. അതിന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കടുത്ത എതിർപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ തീരുമാനിച്ച ആളല്ല ഭരിക്കുന്നത് എന്ന വ്യാപകമായിട്ടുള്ള എതിർപ്പുണ്ട്. കൂടാതെ അവിടുത്തെ സാമ്പത്തിക സ്ഥിതി വളരെ 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 മോശമാണ്. 1 കിലോ ചിക്കന് യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 840 രൂപയായിരുന്നു. ഇന്ത്യയുടെ 1 രൂപയുമായി തട്ടിച്ചു നോക്കിയാൽ 30 പൈസ മാത്രമേ പാകിസ്ഥാൻ രൂപയ്ക്ക് വിലയുള്ളൂ. അവിടെ 1 കിലോ അരിക്ക് ഏതാണ്ട് 289 രൂപയോ 300 രൂപയോ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും അർദ്ധപട്ടിണി കൊണ്ടുമൊക്കെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പറയുന്ന പോലെ സൈന്യത്തിൻ്റെ പിടി അയഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഭരണത്തിൽ പോലും പിടി അയഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പാകിസ്ഥാൻ 3 കഷ്ണങ്ങളാകുമെന്ന് പറഞ്ഞ്. അതേപോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ കൃത്യമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു പ്രശ്നമെങ്കിൽ നമുക്കിനി അടുത്തത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി വരാം. അത് അസീം മുനീർ ചൂണ്ടിക്കാട്ടിയ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തെ ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന BLAയുടെ പ്രവർത്തകർ ഏതാണ്ട് അവിടെ ആ ബലൂചിസ്ഥാനിൽ വലിയ തോതിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്.
ഈ അസീം മുനീർ പറഞ്ഞതുപോലെ കേവലം 1500 പേർ പാക് മിലിറ്ററിക്കെതിരെ നിൽക്കുകയല്ല അവിടെ ചെയ്യുന്നത്. പകരം അവരവിടെ പട്രോളിങ്ങിന് ഇറങ്ങുകയും അവിടെ ലോ ആൻഡ് ഓർഡർ തന്നെ സൈന്യത്തിനോ അല്ലെങ്കിൽ പാക് പോലീസിനോ ഒന്നും നിയന്ത്രിക്കാൻ കഴിയാവുന്നതിലപ്പുറമാവുകയും അവിടെ പട്രോളിങ്ങിന് ഇറങ്ങുന്നതൊക്കെ ബാലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആളുകളാവുകയും ഗവൺമെൻറ്റുകളുടെ അധികാരം തന്നെ പതുക്കെ പതുക്കെ അവിടെ ഫെയ്ഡ് ചെയ്യപ്പെടുകയും കൂടുതൽ അധികാരം ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ 2017 മുതൽ 2018 വരെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഷാഹിദ് അബ്ബാസി എന്നാണ്. ഈ ഷാഹിദ് അബ്ബാസിയെ പോലെയുള്ള ആളുകൾ കൃത്യമായി പറയുന്നത് അവിടെ സ്റ്റേറ്റിൻ്റെ അധികാരം തന്നെ ഫെയ്ഡ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെ മറ്റു പല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലെയുള്ള ആളുകൾ അവിടെ അധികാരം ഏറ്റെടുത്ത് കഴിയുന്നു. അവരുടെ ഹൈവേകളിൽ അവരുടെ പട്രോളിംഗ് ആണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഒരു ഭാഗമല്ല എന്നുള്ള നിലക്കുള്ള കാര്യങ്ങളിലേക്ക് അവർ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ നിങ്ങൾക്കറിയാം ബലൂചിസ്ഥാനിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നുവെങ്കിൽ പാകിസ്ഥാൻ്റെ GDPയിലുള്ള സാധാരണ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 2.2 ആണെങ്കിൽ ബലൂചിസ്ഥാനിലുള്ളത് മൈനസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള വികസനവും ഇല്ലാത്ത ഡെവലപ്മെൻറ്റും ഇല്ലാത്ത അവിടെയുള്ള സാധാരണക്കാരായ യുവാക്കൾക്ക് യാതൊരുവിധ ഹോപ്പും പ്രതീക്ഷയും സ്വന്തം രാജ്യത്തെക്കുറിച്ചില്ലാത്ത രീതിയിൽ കൃത്യമായി ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം ഒറ്റപ്പെട്ടിരിക്കുന്നു. അതിനെ പേടിപ്പിക്കാനോ അവരെ നിലക്ക് നിർത്താനോ ഒന്നും കഴിയാത്ത ഒരു വിങ്ങായി സൈന്യം മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു കരച്ചിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ അസീം മുനീറിൻ്റെ പ്രഭാഷണത്തിൽ കേട്ടത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഒരു തരത്തിലുള്ള കമ്പാരിസണുമില്ല പാകിസ്ഥാനിലെ പ്രശ്നങ്ങളുമായിട്ട്. കാരണം നമ്മുടെ സൈന്യം വിചാരിച്ചാൽ അടിച്ചമർത്താൻ കഴിയാത്ത പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻസർജൻസികളോ ഒന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല. ഉണ്ടെങ്കിൽ പോലും അതോർത്ത് ഒരു സൈന്യാധിപനും ഇതുപോലെ വിലപിക്കേണ്ടി വരില്ല. കാരണം അതിനെയൊക്കെ രാഷ്ട്രീയമായും അതുപോലെ സൈനികമായും ഒക്കെ നേരിടാനുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഒക്കെ നേരിടാനുള്ള കരുത്ത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഇച്ഛാശക്തിയും ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാണണം. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നമെങ്കിൽ രണ്ടാമത്തേത് ഇതേപോലെ തന്നെ അവർ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് നിങ്ങൾ അറിയേണ്ടത്. ഖൈബർ പഖ്തൂൺ ഏരിയയിൽ ആ ഖൈബർ പഖ്തൂൺ എന്ന് പറയുന്ന പാകിസ്ഥാനിലുള്ള 4 പ്രവിശ്യയാണ്. ജമ്മു ആൻഡ് കാശ്മീർ, ഒക്യുപ്പൈഡ് കാശ്മീർ കൂടി കൂട്ടിയാൽ ഏതാണ്ട് 5 പ്രവിശ്യ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രവിശ്യകളിൽ ഖൈബർ പഖ്തൂൺ ഏരിയയിൽ കഴിഞ്ഞ തവണ 2024 തന്നെ 500-ലധികം പേരാണ് ഒരു കൊല്ലം കൊല്ലപ്പെട്ടതെന്ന് വിചാരിക്കണം. അതായത് പാകിസ്ഥാനിൽ തന്നെയുള്ള ഈ ഇൻസർജൻസി ഗ്രൂപ്പുകൾ, കലാപ ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന ആളുകൾ കൊലപ്പെടുത്തിയത് അവരുടെ തന്നെ ആളുകളെ 500-ലധികം പേരെയാണ് കൊലപ്പെടുത്തിയത്. അങ്ങനെ കൊലപ്പെടുത്തിയത് തെഹരീക്ക് താലിബാൻ എന്ന് പറയുന്ന TTP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ TTP ഇപ്പം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഖൈബർ പഖ്തൂൺ ഏരിയയിലൊക്കെ തന്നെ റോഡുകളിൽ പട്രോളിംഗ് നടത്തുന്നവരാണ്. ചില ഏരിയകളിൽ അവരുടെ കോടതികളുണ്ട്, അവരുടെ പോലീസിംഗ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ അവരൊരു ഷാഡോ ഗവൺമെൻറ്റായി കൂടി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഇൻസർജൻസി ഗ്രൂപ്പുകൾ. ഇതിനെ ഒന്നും തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതിനൊപ്പം തന്നെ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കണം, ഒരു ഡെമോക്രാറ്റിക് ആയ അവർ തെരഞ്ഞെടുത്ത ഇമ്രാൻഖാൻ്റെ പാർട്ടി അടക്കമുള്ള പാർട്ടികൾക്കൊന്നും അധികാരം കിട്ടാത്ത അവസ്ഥയിൽ ജനങ്ങൾ അങ്ങേയറ്റം അസംതൃപ്തരും അസന്തുഷ്ടരുമാണ് എന്ന് മാത്രമല്ല അങ്ങേയറ്റം വെറുപ്പോടു കൂടിയാണ് അവിടുത്തെ ഗവൺമെൻറ്റിനെ നോക്കിക്കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന PTയുടെ ആളുകളൊക്കെ അടക്കം തന്നെ ഇതിലേക്ക് വലിയ കോൺട്രിബ്യൂഷൻ നടത്തുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ നമ്മളിവിടെ ജമ്മു കാശ്മീർ എടുത്തു വെച്ച് നോക്കിയാൽ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് വലിയ തോതിൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ വരുമാന മാർഗ്ഗങ്ങളിൽ കുറേ കൂടി ഉയർന്നിട്ടുണ്ട്. ഞാൻ നേരെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ 2.3 കോടിയോളം വരുന്ന ആളുകൾ അവിടെ ടൂറിസ്റ്റുകളായിട്ട് എത്തുന്നുണ്ട്. അതിൽ നിന്നുള്ള വല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. കാരണം ഒട്ടും വികസനമില്ലാത്ത കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന നിരവധി ആളുകളാണ് അവിടെ ഉള്ളത് എന്ന് നിങ്ങൾ മറന്നുപോകരുത്. അപ്പോൾ ഇതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ശത്രു നമുക്കുണ്ടെന്നും ആ ശത്രു രാജ്യം നമ്മളെ ആക്രമിക്കാൻ വരുന്നുവെന്നും അല്ലെങ്കിൽ ശത്രു രാജ്യത്തെ നമ്മൾ ആക്രമിക്കണമെന്നും ഒക്കെ പറയുമ്പോൾ ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അസീം മുനീറിനെ പോലെയുള്ള ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അസീം മുനീറിനെ പോലെയുള്ള ആളുകൾക്ക് ഡിഫൻസ് ഫണ്ടുകൾ സ്വീകരിക്കാനും ആ ഡിഫൻസ് ഫണ്ടുകളിൽ നിന്ന് വലിയ തോതിലുള്ള അടിച്ചുമാറ്റലും അഴിമതിയും നടത്തിക്കൊണ്ട് ഈ ഭരണാധികാരികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ.
അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് കൊണ്ടാണ് അവരെല്ലാവരും തന്നെ അവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഭാര്യമാരെയും മക്കളെയും എല്ലാം അടക്കം വിദേശത്തേക്ക് ഓൾറെഡി കയറ്റിവിടുകയും ആ വിദേശത്ത് ചെന്ന് സെറ്റിൽ ചെയ്യാനുള്ള പണവുമൊക്കെ ഏതാണ്ട് കരുതി വെക്കുകയും ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ന് പറയുന്നത്. ഇനി ഇത് ഒഴിവാക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരമെന്ന് ചോദിച്ചാൽ, നമ്മൾ വലിയൊരു യുദ്ധത്തിലേക്കൊന്നും പോകുന്നത് അത്രമാത്രം ബുദ്ധിപരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് പാകിസ്ഥാനെ കീഴ്പ്പെടുത്തിയതുകൊണ്ടും പാകിസ്ഥാൻ നന്നാകുമെന്നൊന്നും നമുക്ക് വിചാരിക്കാൻ വയ്യ. പക്ഷേ പാകിസ്ഥാൻ ഇതുപോലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുകയും നമ്മളിടക്ക് തിരിച്ചടികൾ കൊടുക്കേണ്ടി വരികയും ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്താണ് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരമെന്ന് ചോദിച്ചാൽ പരിഹാരം ഒറ്റ കാര്യമേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക്കലി തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേബിളായിട്ടുള്ള ഇന്ത്യയോട് സൗഹൃദപരമായ നിലപാടുകൾ എടുക്കുന്ന ഒരു ഗവൺമെൻറ് തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ അധികാരത്തിൽ വരണം എന്നാണ്. അങ്ങനെ അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള ശക്തികൾ ഉപയോഗിച്ചും, അതകത്തു നിന്നും ഇന്ത്യക്ക് ശക്തികളുണ്ട്, അതുപോലെ പുറത്തു നിന്നുമുണ്ട്, സൈന്യത്തിൻ്റെ അടക്കമുണ്ട്, നയതന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ ഇലക്ഷനടക്കമുള്ള കാര്യങ്ങളിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കൃത്യമായിട്ടുള്ളൊരു ഭരണകൂടം വരികയും ആ ഭരണകൂടവുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അത് ഇന്ത്യയുടെ കൂടി സപ്പോർട്ടുള്ള ഒരു ഭരണകൂടമായി നിലനിൽക്കുകയും ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ പവർഫുള്ളായിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ടാവണം. ആ ഗവൺമെൻറ് ഉണ്ടാകാതെ ഈ സൈന്യത്തിൻ്റെ അധികാരം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു കാരണവശാലും അവിടെ ഈ പറയുന്ന നമുക്കെതിരെയുള്ള പ്രകോപനങ്ങൾ അവർ നിർത്താത്തത്. കാരണം അവർക്കിടെ ജനങ്ങളെ കൂട്ടത്തോടെയെങ്കിലും അല്ലെങ്കിൽ അവരെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ജനരോഷം വർദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് മറയിടാൻ വേണ്ടി കൂടിയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെക്കെതിരെയുള്ള പ്രകോപനങ്ങൾ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വാസ്തവം.